Hi friends, Assalamu alaikum. Welcome to BARAS world. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പാനിഷ് ഡെസേർട്ട് ആയ മിൽക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ 3 കപ്പ് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കഷ്ണം സിനമൺ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കൂടുതലൊന്നും വേണ്ട, ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ലെമണിൻ്റെ സ്കിന്നാണ്. ലെമണിൻ്റെ സ്കിന്ന് ഞാൻ ചെറുതായിട്ട് പീൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് അത്. പിന്നെ നമ്മൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിൽ 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. 1/2 കപ്പ് കോൺഫ്ലവറാണ് 3 കപ്പ് പാലിന് ആവശ്യം. അപ്പോൾ ഞാൻ 1/2 കപ്പ് കോൺഫ്ലവർ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സിനമൺ സ്റ്റിക്കും ലെമണിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റാതെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമ്മളിത് ഒഴിച്ച് വെക്കേണ്ട ഒരു ബൗൾ എടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ ടിന്ന് പോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ളതിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ, ഏകദേശം ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇത് കവർ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 4 മണിക്കൂർ, ഏകദേശം ഒരു 4-5 മണിക്കൂർ എൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇളകി വരുന്ന നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഇതൊന്ന് കട്ടിംഗ് ബോർഡിലേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതാദ്യം തന്നെ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലൊന്ന് ഒരു കട്ടും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ അതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മിൽക്ക് ഇതെടുത്തിട്ട് നന്നായിട്ട് മൈദമാവിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം.
മൈദമാവിൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുട്ടയെ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഈ ഫ്രൈ മിൽക്കും കൂടി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.